ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിനകത്ത് പോവാം. അതെ, നമുക്ക് സ്റ്റോറിനകത്ത് പോവാം. അങ്ങനെ കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ മയങ്ങി വീണു. ഓടി വന്നു, ഹീറോ ഓടിപ്പോയി. എന്താ പറ്റി ആൻറ്റി? ആൻറ്റി അർജുൻ നോക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല. ഇവളിവിടെ പോയി. അവിടെ ദൂരമുണ്ട്. അടുത്ത് വന്നു. എന്ത് പറ്റി മോളെ? ചേട്ടാ മയങ്ങി വീണു. എന്ത് മയങ്ങി വീണു? സ്കിമി ആൻറ്റി വാട്ടർ അങ്ങനെ വാട്ടർ കുറച്ച് മുഖത്തഴിച്ച് ഉണിച്ച്. എന്ത് പറ്റി ആൻറ്റി? കൊറിയൽ ചോദിച്ചു. ഒന്നുമില്ലടാ അമ്മ, അത് ഒന്നുമില്ല ഡാൻസ് എന്നെ ചെയ്ത്. എന്ത് പറ്റി? അങ്ങനെ അവിടെ ജ്യൂസ് അതിന് ജ്യൂസ് കൊടുത്തു. അങ്ങനെ എന്ത് പറ്റി? അങ്ങനെ അത് വേറെ ആരുമല്ല, ആരമിൻ്റെ അമ്മയാണ്. അതുമാത്രമല്ല ഹീറോയിൻ്റെ അമ്മയാണ്. ഹാരം ടെൻഷനായി. അമ്മ എവിടെ ചോദിക്കും. അമ്മേനെ കണ്ട് ഷോക്കായി. ഇവിടെ ഉണ്ട്. അമ്മേ എന്ത് പറ്റി? മോം എന്നെ ചോദിച്ചു. അർജുൻ വിളിച്ചു. സാർ. എന്ത് പറ്റി? അമ്മ മയങ്ങി വീണതാ, അതുകൊണ്ട് ഇപ്പോൾ ഓർഡർ കൊടുത്ത് ജ്യൂസ് കൊടുത്തതാ. ഇവളിവിടെ പോയി. അർജുൻ തേടാൻ തുടങ്ങി. ആൻറ്റി ഓക്കെ ആണോ ചോദിച്ചു. ഓക്കെ ആണ് മോളെ. ഇന്ന് ആൻറ്റി ഇട്ട് ജ്യൂസ്. താങ്ക്സ് മോളെ. ഇപ്പോൾ ഓക്കെ അല്ല ആൻറ്റിക്ക്? ഓക്കെ. ആരാന്ന് നോക്കി. ഷോക്കായി പോയി. അവിടേക്ക് സ്റ്റണ്ണിങ് പോയി, ഫ്ലാറ്റായിപ്പോയി. വാവ്, ഇത്ര ക്യൂട്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ സൈറ്റ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആയിട്ട് ജിൻ വന്നു. എന്ത് പറ്റി? ആറം ഒത്തില്ലടാ, എന്തിവന് പറ്റി? ഹായ് ഹായ് എന്ന് പറ്റി? അർജുൻ പറഞ്ഞു മയങ്ങി വീണതാ. ശരി ആൻറ്റി, ശരി താങ്ക്സ് ആൻറ്റി. വന്നിട്ട് ആൻറ്റിയോട് പറഞ്ഞു. ജിന്നോട് സംസാരിച്ചു. അങ്ങനെ ജിന്നിനോട് പറഞ്ഞു കാർ എടുത്തോണ്ട് വന്നു. അങ്ങനെ ശരി ആൻറ്റീനെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ കാറിലെടുത്തോണ്ട് പറഞ്ഞു. അങ്ങനെ ആറാം വിളിച്ചോണ്ട് പോയി. വാടാ ഇങ്ങനത്തെ ആറാം സൈറ്റ് അടിക്കുകയാണ് ഈ ജിന്ന്. അയ്യോ, ഇവനൊക്കെ ഫ്ലാറ്റായി പോയല്ലോ. അങ്ങനെ പറഞ്ഞ് ആറാം എന്നെ എടുത്തോണ്ട് പോയി. അർജുൻ ഇതെല്ലാം നോക്കി ശ്രദ്ധിച്ചേർന്നു. എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. ഇവളെ സെറ്റടിക്കാം. ശരി നടക്കട്ടെ. ഡ്രാഗൺ ഐസ് ഞാൻ റോഡ് നോക്കുന്നല്ലോ. അർജുൻ ആൽച്ചക്ക ഒരു വലിയ നഞ്ചുനാണോ ആറാമാണോ ഇത്? പിന്നെ കുറച്ച് ഡൗട്ട് വന്നു. നോക്കാം. അങ്ങനെ പിന്നെ ഇവിടെ പോവാ. ഒരു വേള ഇവളവിടെ കണ്ടുപിട്ടിയാ കൺഫേം ചെയ്യാം. നോക്കാം. അതേ കമ്പനിക്കല്ലേ പോകുന്നത്. അവൾക്ക് മാനേജറായിട്ടല്ലേ ഞാൻ പോകുന്നത്. അപ്പോൾ ഇവളുടെ അടുത്തോണ്ട് വരാം. അപ്പോൾ നോക്കാം ആറമിൻ്റെ റിയാക്ഷൻ എങ്ങനെയാവുന്നത്. അത് ജിന്നും അതുണ്ടായിരുന്നു. നോക്കാനാണ് അർജുൻ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ കമ്പനിക്ക് വന്നു. അങ്ങനെ കമ്പനിക്ക് വന്നുമ്പോൾ ആറം ഇവിടാണ് നിങ്ങളെ പുതിയ മാനേജർ പറഞ്ഞു. ജിന്നുക്ക് ഷോക്കും ആറമ്മക്ക് ഷോക്ക്. ഇത് കാണുമ്പോൾ കൺഫേമായി. ആറമ്മനോട് ജിന്നിനോട് പറഞ്ഞു. സാർ, നിങ്ങൾ ഞാനല്ലേ കണ്ട സാർ ഇവിടെ ഷോപ്പിംഗ്. ജിന്നു ഉള്ളറിയാൻ അതെ കണ്ടിരുന്നു. കൺഫേമായി. അങ്ങനെ സംസാരിച്ച് ആറും കുറച്ച് ഡൗട്ടായിരുന്നു. ഒരുവേളെ ബോയ് ഫ്രണ്ടാണ് ഇപ്പോൾ ഒരു കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. ചേട്ടനാണോ ബോയ് ഫ്രണ്ട്? എങ്ങനെ അറിയാം ഒന്ന് കുറച്ച് ആലോചിക്കായിരുന്നു. ആറാം ചോദിച്ചു. അർജുൻ, എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം. കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. ആരാത്? എൻ്റെ അനിയത്തിനെ ആരാ ചോദിച്ചത്? അതാ അവളാ? അതെൻ്റെ ഫ്രണ്ടാ. ഫ്യൂച്ചറിലെ ഫിയാൻസായി. എന്ത് ഫിയാൻസിയാ? അർജുൻ ചിരിക്കാൻ തുടങ്ങി. ചുമ്മാ പറഞ്ഞു സർ, അവളെൻ്റെ അനിയത്തിയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ച ജിന്നുക്ക് ഷാക്ക്. ഇവനെ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു തുടങ്ങി. സർ, ഒരു കാര്യം പറഞ്ഞു പോയി സർ. അവൾക്ക് ഓൾറെഡി ഒരു ചെക്കപ്പ് പുറകെ നടക്കുക. അതുകൊണ്ട് ഫിയാൻസി ഉണ്ട് പറയായിരുന്നു. ഡാഡി പറയാ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പ്ലാനിലുള്ളത്. ആ ചെക്കൻ ഇവൾക്ക്. അങ്ങനെയാണ് ജിന്നിനോട് പറയായിരുന്നു. ജിന്നു ഷോക്കായി. എന്ത് ഫിയാൻസിയാ? അതെ സാർ, അവളിവിടെ വന്നതിനുണ്ട്. കുറച്ച് ഇവിടെ ട്രിപ്പ് എൻജോയ് ശേഷം നെക്സ്റ്റ് മാരേജ് പ്ലാന്. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ല അവിടെ കൊറിയയിൽ കുറച്ച് എൻജോയ് ചെയ്തു. ചേട്ടാ. എവിടെയാണ് ഉള്ളത്? എല്ലാം ഒരു കാര്യം വേണം. പ്രിയ പറയാം ചേട്ടാ, ഞങ്ങൾ ഇന്ത്യക്ക് പോവാം ചേട്ടാ. എന്താ മോളെ ഞാൻ പറയാം? ഇല്ല ചേട്ടാ, നാട്ടിലേക്ക് അച്ഛനും അമ്മയും വിളിക്കായിരുന്നു. ഞങ്ങൾ പോവാണ്. ശരി മോളെ, സൂക്ഷിക്കണം. ശരി ഡാഡ്. അങ്ങനെ പറഞ്ഞു ഇന്ത്യക്ക് പോകുന്നു കാര്യം ആറമ്മക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആറം എന്താ ഇന്ന് വരാത്ത? ആറം ചോദിച്ചു. നിൻ്റെ ഫ്രണ്ട് എവിടെ?
നിൻ്റെ അനിയത്തൊന്നും കാണുന്നില്ല. ആ ഇന്ത്യ പോയി സാർ, അതുകൊണ്ട ആറാമത്തെ ഷാക്ക് ഇന്ത്യക്ക് പോയോ. അങ്ങനെ കുറച്ച് നാൾ സന്തോഷിച്ചിരുന്നു തുടങ്ങി. ഹലോ ആ ചേട്ടാ, ആ ഇന്ത്യക്ക് എപ്പോൾ വരാം ചേട്ടാ? ആ ഞങ്ങൾ വരാം. ആ ചേട്ടാ മധുക്ക് മാരേജ് ചേട്ടാ, കണ്ടിട്ട് നാട്ടിലേക്ക് പോവാ ചേട്ടാ. ശരി മോളെ ഞാൻ വരാം. അങ്ങനെ ലീവ് ചോദിച്ചു. അങ്ങനെ ആ കുട്ടി, അതെ ആ കുട്ടി അങ്ങനെ പുതിയ മാനേജറായിട്ട്, അതെ ആ അങ്ങനെ പുതിയ മാനേജർ സെലക്ട് ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ ഇരിക്കാൻ പറ്റും സാർ, എനിക്ക് ജോലി കഴിഞ്ഞു. അർജുൻ അതെ ആ കുട്ടി, അതെ ആ പെൺകുട്ടി വന്ന് തിരിച്ചു. സാർ ഞാൻ ജോലി ചെയ്യാൻ പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു ശരി മോളെ നീ ചെയ്തു എന്ന് പറഞ്ഞു. അതെ അങ്ങനെ ആ പെൺകുട്ടി ജോലി ചെയ്യാൻ തുടങ്ങി. അതെ ആ കുട്ടി ജനിച്ചിരുന്നു, റെസ്റ്റ് എടുത്തായിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ സാർ അവിടുത്തെ റെസ്റ്റ് കുറച്ച് നാൾ ചെയ്യാം, പിന്നെ ഇതാ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ CEO പറഞ്ഞു വേണ്ട മോളെ നീ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. അതെ അറിഞ്ഞവരാണ്. ആ പെണ്ണിൻ്റെ ചേട്ടൻ ജോലി എടുത്തു. അങ്ങനെയായിട്ട് ആ പെണ്ണിൻ്റെ ചേട്ടൻ വരത്തോളം ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പെണ്ണിൻ്റെ ചേട്ടൻ വന്നു. ആ പെണ്ണിൻ്റെ പേര് ദിയ ആണ്. ഹോസ്പിറ്റൽ അവൾക്ക് പെൺകുട്ടി ജനിച്ചിരുന്നു, ട്വിൻസ്, ബോയ് ബേബി ഗേൾ ബേബി. ആ പെണ്ണിൻ്റെ ചേട്ടൻ ജോലി എടുത്തു. അതെ ആ പെൺക്ക് ചേട്ടനുള്ളത്. അങ്ങനെ ആ പെണ്ണിൻ്റെ ചേട്ടനെടുത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദിയാൻ്റെ ചേട്ടനാണ് ജോലി ചെയ്യാൻ പോകുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നു അങ്ങനെ ഇപ്പോൾ ആറമ്മോട് പറയാം സാർ ഞാൻ പോവാണ് ഇന്ത്യക്ക്. ആറമ്മ കുറച്ച് ആഗ്രഹമുണ്ട് എനിക്ക് ഇന്ത്യക്ക് പോകാൻ. അപ്പോൾ ബാക്കി പോയി ചെങ്കൊക്കെ പറയാം അർജുൻ ഞാൻ ഇന്ത്യക്ക് വരാൻ ആഗ്രഹമുണ്ട്, കുറച്ച് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ. എല്ലാ ബോയ്സും പറഞ്ഞു ആറാം പ്ലീസ് ആറാം. ശരി അങ്ങനെ പറഞ്ഞു. അവിടുത്തെ CEO പറഞ്ഞു സാറില്ല ഇന്ത്യക്ക് നിങ്ങൾ പോയിട്ട് വാ എന്ന് അവിടുത്തെ CEO പറഞ്ഞിരുന്നു. സാർ അതെ ഇന്ത്യയിൽ നല്ല പ്ലേസെല്ലാം ഉണ്ട് അറിഞ്ഞിന്, നിങ്ങൾ ഏത് നല്ല പ്ലേസ് എനിക്ക് ഫോട്ടോസ് ഇതെല്ലാം ഡീറ്റെയിൽസ് അയക്കണമെന്ന് പറഞ്ഞിരുന്നു. ശരി ഓക്കെ എന്ന് അർജുൻ അവിടുത്തെ നാട് കാട്ടാൻ നീ അങ്ങനെ ഇന്ത്യക്ക് വന്നു.